പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രധാനമന്ത്രി വരുന്നു, പ്രചരണം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കണം. എന്താണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്? വളരെ സന്തോഷവും ശുഭപ്രതീക്ഷയും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാലക്കാടിന് വേണ്ടിയിട്ടുള്ള ഒരു വികസന രേഖ അത് തയ്യാറാക്കുന്നതിനുള്ള തത്രപ്പാടിലായിരുന്നു. ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ജൻസി മാനിഫെസ്റ്റോ അത് ഞങ്ങൾ പുറത്തിറക്കുന്നു. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു 500 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റോ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ ആളുകൾക്കിടയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്തവണ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, പാലക്കാടിലെ ജനങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ശോഭ വെറും ഒരു MLA ആയി ഇരിക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടെ നിന്ന് പോകുന്നത്. എനിക്ക് 3 മാസം കൊണ്ട് 700 കോടിയുടെ പദ്ധതികൾ ഈ പാലക്കാട് നിയോജകമണ്ഡലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് അവരോട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും കണക്കുകളും ഒക്കെ വിവരിച്ചു കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഞാൻ ഉന്നയിക്കുന്ന, എൻ്റെ പ്രസ്ഥാനം ഉന്നയിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതും രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ പാലക്കാടിനെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചകമായി പാലക്കാടിലേക്ക് അദ്ദേഹം ആളുകളുമായിട്ട് സംസാരിക്കാൻ അദ്ദേഹം വരുന്നു എന്നുള്ളതും 100-ൽ 110% ആളുകൾ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് ഈ നിയോജകമണ്ഡലത്തിൽ. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ പാലക്കാടിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ വിവാദങ്ങളും വരുന്നത്. CPM-ഉം BJP-യും ഡീൽ എന്നൊരു വലിയ ആരോപണം VD സതീശൻ ഉന്നയിച്ചത് പാലക്കാട് കേന്ദ്രീകരിച്ചാണ്. സ്വാഭാവികമായിട്ട് ഒപ്പം ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്, കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രതിരോധത്തിലാവുന്ന സാഹചര്യം. ഇത് രണ്ടും എങ്ങനെ കാണുന്നു? അല്ല, ഇവർ ഉദ്ദേശിച്ച ഡീല് കണ്ണാടി പഞ്ചായത്തിൽ മുൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭയെ വിളിച്ച്, ഞങ്ങളുടെ പ്രവർത്തകരെ വിളിച്ച് ഭക്ഷണം തരികയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ BJP ആയിരിക്കുകയാണ്. ഭാസ്കരേട്ടൻ എന്ന് പറയുന്ന മറ്റൊരു പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വീട്ടിൽ അടുത്ത ദിവസം ഞങ്ങൾക്ക് ഭക്ഷണം തരികയാണ്. അവിടെ ആളുകൾ കൂടുകയാണ്. അവിടെ കോൺഗ്രസ്സുകാർക്ക് ഞങ്ങൾ ഷാളിട്ട് സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഡീല് വെച്ചിട്ടുണ്ട്, അത് ശരിയാണ്. ആ ഡീലെന്ന് പറയുന്നത് 70 വർഷക്കാലം പാലക്കാടിൻ്റെ നഷ്ടപ്പെടുത്തിയ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വെറും 3 മാസം കൊണ്ട് 700 കോടിയുടെ പദ്ധതികൾ ഞാൻ നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ, ഞാൻ ഇവിടുത്തെ നല്ല കോൺഗ്രസ്സുകാരുടെ കൈപിടിച്ചിട്ടുണ്ട്, മാർക്സിസ്റ്റുകാരുടെയും കൈപിടിച്ചിട്ടുണ്ട്. ഞാൻ പാലക്കാടിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആദ്യമായിട്ടാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ചുമതലക്കാരുടെ വീടുകളിലേക്കാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ ലീഡർ പറയുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ പകൽ വരരുത്, നിങ്ങൾ വൈകുന്നേരം വരിക, എൻ്റെ ഭാര്യയോട് സംസാരിക്കുക എന്ന് പറയുന്ന അത്രയും ഒരു സ്നേഹം ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ നല്ലവരായിട്ടുള്ള കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ മാർക്സിസ്റ്റുകാരും കാണിക്കുന്നു. കാരണം അവർക്ക് ബോധ്യമുണ്ട്, ഒരാഴ്ച പോലും പാലക്കാടിന് വേണ്ടി ജീവിക്കാത്ത, പാലക്കാടിന് വേണ്ടി പ്രതികരിക്കാത്ത, വാളയാറിലെ പെൺകുട്ടികൾ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയപ്പോൾ അവരുടെ അമ്മ കരഞ്ഞപ്പോൾ കണ്ണീരൊപ്പാൻ വരാത്ത 2 സ്ഥാനാർത്ഥികളെയും ശോഭയെയും അവർ തുലനം ചെയ്ത് നോക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ ഇവിടെ കഴിഞ്ഞ 10-30 വർഷമായിട്ട് ജനങ്ങൾക്കിടയിൽ ഞാനുണ്ട്. കുടിവെള്ള സമരമുണ്ടായപ്പോൾ ഞാൻ പാലക്കാടുണ്ടായിരുന്നു. ഇവിടുത്തെ പാടശേഖര സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കർഷകന്മാരുടെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ശിവരാജ് സിംഗ് ചൗഹാനുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത കേരളത്തിലെ ഇവിടുത്തെ കാർഷിക വകുപ്പ് മന്ത്രിക്ക് പകരമായിട്ട് കാർഷിക വകുപ്പ് മന്ത്രിയുടെ ജോലി ഏറ്റെടുത്തുകൊണ്ട് അവിടെ പോകാൻ തയ്യാറായത് അവരുടെ ശോഭയാണ്. ഇന്നും തുടങ്ങിയതല്ല പാലക്കാടായിട്ടുള്ള ബന്ധം, ഇന്നലെ തുടങ്ങിയതല്ല, കേരളമായിട്ടുള്ള ബന്ധം. അപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം, നിയമസഭയിൽ ശോഭ ചെല്ലേണ്ടത് ആവശ്യമാണ് എന്ന് അവർ കരുതുകയാണ്. അത് പാലക്കാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് വിഹിതം വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് ശോഭയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. രണ്ടാമതായിട്ട് പാലക്കാട് പലപ്പോഴും BJP-യെ പിൻവലിക്കുന്നത് അടിയൊഴുക്കുകളാണ്. ഈ 2 ഘടകങ്ങൾ എങ്ങനെ കാണുന്നു? ഞങ്ങൾക്ക് അങ്ങനെ പാലക്കാടിനെ സംബന്ധിച്ചോ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും എനിക്ക് അടിയൊഴുക്കുകളില്ല. എൻ്റെ പ്രസ്ഥാനം പ്ലസ് ശോഭ ചേരുന്ന സമയത്ത് വോട്ട് ഡബിളാവും. 90,000 വോട്ട് ആറ്റിങ്ങലിൽ 2,50,000 ആക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെ പാലക്കാട് 60,000 വോട്ട് 2014 1,38,650 2016 2 കൊല്ലം കഴിഞ്ഞ് അസംബ്ലിയിൽ മത്സരിച്ചു. ആ സമയത്ത് നമുക്ക് കിട്ടിയത് 22,000 വോട്ട് 40,000 വോട്ടായി. അതിനുശേഷം 10 വർഷം മുന്നോട്ട് പോയി. ഈ പാലക്കാടിനെ സംബന്ധിച്ച് പാർട്ടി കരുത്താർജിച്ചിട്ടുണ്ട്. എത്രയേറെ തലകുത്തി മറിഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിയുടെ ഭരണം കളയാൻ വേണ്ടിയിട്ട് ഭഗീരഥ പ്രയത്നം 2 മുന്നണികളുടെയും ഭാഗത്ത് നിന്നുണ്ടായി. ജനം മുനിസിപ്പാലിറ്റിയെ വീണ്ടും BJP-യുടെ സാരഥികളെ വിജയിപ്പിച്ചു. ഞങ്ങൾ അവിടെ മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ കുട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം, അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും എന്നേക്കാൾ താഴെയുള്ള ആളുകളാണ് ജയിച്ച കൗൺസിലർമാർ. ആ കുട്ടികൾക്ക് താങ്ങും തണലുമായി അമ്മയായി ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിരുന്ന് പുസ്തകവും പേനയും എടുത്ത് ഇവർ സംസാരിക്കുന്നത്, വൈസ് ചെയർമാൻ്റെ നയപ്രഖ്യാപന പ്രസംഗം കേൾക്കാൻ ഞാൻ അവിടെ ഇരിക്കുകയാണ്. വെറുതെ പുസ്തകവും പേന എടുത്ത് എഴുതുകയല്ല. അത് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കാൻ അവരോടൊപ്പം ഞാൻ ഉണ്ടാകും. കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, അത് ദ്രുതഗതിയിൽ നടപ്പിലാക്കും. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് വേണമെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കാണാൻ വേണ്ടി പോകാൻ
ഗുജറാത്തിലെ മുഖ്യമന്ത്രിയെ വിളിച്ചപ്പോൾ അദ്ദേഹം സന്തോഷത്തോടു കൂടി വന്ന് ശോഭയ്ക്ക് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വരികയും 2.5 മണിക്കൂർ സമയമാണ് എനിക്ക് വേണ്ടി അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത്. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കും. ഇന്ന് പ്രധാനമന്ത്രി എന്തൊക്കെ പറയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, പ്രധാനമന്ത്രി എന്തൊക്കെ പറയുമെന്നുള്ള ഒരു കാര്യവും നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ഇന്നു വരെ കേരളത്തിലേക്ക് കടന്നു വന്ന ഓരോ നിമിഷവും പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് വികസനത്തെക്കുറിച്ചാണ്. പ്രൈം മിനിസ്റ്റർ നാളിതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത് നാട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇന്ത്യൻ ഭരണകൂടത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. എന്നാൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്ന് വരെ ചെയ്തിട്ടുള്ളത് ചക്കളാത്തി പോരാട്ടമാണ്. അവർ ആ പോരാട്ടം നടത്തും, എന്നിട്ട് എന്ത് ചെയ്യും? ആ പോരാട്ടം എന്ന് പറയുന്നത് അവർക്കതൊരു വികാരമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നോക്കൂ, ഈ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അടിവരയിട്ട് സംസാരിക്കുന്ന ആ വാക്കുണ്ടല്ലോ, ആ വാക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട ഒരു വിഭാഗത്തിനെ ആ പേരിൽ അടിവരയിട്ടുകൊണ്ട് അവർ കളിക്കുന്ന ഈ സർക്കസ് ഉണ്ടല്ലോ, അത് പൊളിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പറയും, കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞു, സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, ലോകത്ത് മുഴുവൻ കേരളത്തിൻ്റെ സാന്നിധ്യം വന്നതിനെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹം കോടാനുകോടി രൂപ കേരളത്തിലേക്ക് കൊടുത്തതിനെക്കുറിച്ച് പറഞ്ഞു. ആ കൊടുത്ത പണം അത് ഉപയോഗപ്പെടുത്താതെ നിങ്ങൾ മാത്രം എന്തുകൊണ്ട് രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നില്ല എന്നുള്ള ചോദ്യം ചോദിച്ചു. ഇതുപോലെ തന്നെ പാലക്കാട് അദ്ദേഹം പറയാൻ പോകുന്ന കാര്യത്തെ ഞങ്ങൾ ഹൃദയപൂർവ്വം നോക്കിയിരിക്കുകയാണ്. അല്ല, നിങ്ങളുടെ ശോഭയ്ക്ക് എവിടെ പോയാലും വോട്ട് ഡബിൾ ആയിട്ടുണ്ട്. ഇതെൻ്റെ 3ാമത് പാലക്കാട് ഞാൻ മത്സരിക്കുകയാണ്. നിന്ന ഒരു സ്ഥലത്തും രണ്ടാമത് നിൽക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരേ ഒരു സ്ഥലമേ കേരളത്തിലുള്ളൂ, അത് പാലക്കാടാണ്. പാർലമെന്റിലും അസംബ്ലിയിലും 3ാമതും അസംബ്ലിയിലും. അപ്പോൾ 2ൽ തൊട്ടാൽ 3 എന്നാണ്. അത് ഇത്തവണ എന്തായാലും പ്രതിഫലിക്കും. 35,000 പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറച്ച പ്രതീക്ഷയാണ്. 35,000-ലേറെ വോട്ടുകളിലൂടെ പാലക്കാട് നിന്നും നിയമസഭയിലേക്ക് എത്തുമെന്നത് ശോഭാ സുരേന്ദ്രന്റെ. പ്രജിത് കോങ്ങറിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.